ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനാ ആശംസകൾ. ഞാൻ നിന്നെ കൈവിടില്ല, ഒരു നാളും മറക്കുകയില്ല എന്ന ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പെസഹ തിരുനാൾ. ഇസ്രായേൽ ജനതയുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഈജിപ്തിലെ ഫറവോ ഒരു തടസ്സമായപ്പോൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ജനതയെ ദൈവം ശക്തമായ ഇടപെടലിലൂടെ രക്ഷിക്കുന്ന രക്ഷാകര പ്രവർത്തനം. മരണത്തിൻ്റെ താഴ്വരയിൽ ശക്തമായ ദൈവിക ഇടപെടൽ. കടന്നുപോകൽ എന്നാണ് പെസഹ എന്ന പദത്തിൻ്റെ അർത്ഥം. അത്ഭുതകരമായ കടന്നുപോകലാണ് പഴയ നിയമത്തിലെ പെസഹ. ദൈവം തങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു, പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം അത് ഒരാഘോഷമാക്കി. പഴയ നിയമ യഹൂദജനത്തിൻ്റെ ആഘോഷങ്ങളുടെ ആഘോഷമാണ് പെസഹ. തങ്ങളെ മരണത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ അവർ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവിക സംരക്ഷണത്തെ അവർ ആഘോഷിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിൻ്റെ ഒരുപിടി ആത്മീയ ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഒന്നാമതായി, പെസഹ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ തിരുനാൾ. ഇസ്രായേൽ ജനതയെ ഫറവോയുടെ കയ്യിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ ജനത്തോട് പറയുക, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പ് മുക്കി 2 കട്ടിള കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്തു പോകരുത്. എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും. എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും 2 കട്ടിള കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം. ഇസ്രായേൽ മക്കളെ അടിമകളാക്കി കഠിനമായി പീഡിപ്പിച്ച ഈജിപ്തിലെ ഫറവോ മുതൽ കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യപുത്രന്മാരെ അർദ്ധരാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ കൊന്നുകളഞ്ഞു. ഈജിപ്തിൽ നിന്നും വലിയ നിലവിളി ഉയർന്നു. കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ദർശിച്ച ഫറവോ ഇസ്രായേൽ ജനതയെ ഈജിപ്തിൽ നിന്നും പോകുവാൻ ആവശ്യപ്പെടുന്നു. പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തമാണ് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ പെസഹ കുഞ്ഞാട് ക്രിസ്തു തന്നെയാണ്. അപ്പം മുറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകിയതിനു ശേഷം ഈശോ ഗെത്സമനിലേക്ക് പിൻവാങ്ങുന്നു. അവിടെ വരാനിരിക്കുന്ന രക്തച്ചിന്തലിൻ്റെ തുടക്കമെന്നോണം രക്തം വിയർത്ത് ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ തിന്മയുടെ ശക്തിയിൽ നിന്നും രക്ഷിച്ച് പുതിയൊരു സ്നേഹരാജ്യം കെട്ടിപ്പടുക്കുവാനുള്ള രക്തം ചിന്തലിൻ്റെ ആരംഭം പെസഹ കുഞ്ഞാടായ ക്രിസ്തു. രണ്ടാമതായി, പെസഹ ഒരു പുതിയ ശീലത്തിൻ്റെ തുടക്കം. ഈശോയും ശിഷ്യന്മാരും സെഗിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂടിയ അത്താഴ വിരുന്നിൻ്റെ അനുസ്മരണമാണ് പെസഹ. ഈശോ സ്നേഹപൂർവ്വം തൻ്റെ ശിഷ്യന്മാർക്കായി പെസഹ വിരുന്ന് വിളമ്പുന്നു. 3 വർഷം കൂടെ നടക്കുകയും ഈശോയെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ മരണത്തിന് മുമ്പ് ഒരുക്കിയ സ്നേഹവിരുന്ന്.
വിരുന്നിന് മുമ്പ് ക്ഷണിക്കപ്പെട്ടവരുടെ കാലുകൾ കഴുകുന്ന ഒരു പാരമ്പര്യം യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു. കാൽ കഴുകി സ്വീകരിക്കുന്നത് ജോലിക്കാരും ദാസരുമായിരുന്നു. പക്ഷേ ഈശോയുടെ വിരുന്നിന് കാൽ കഴുകി സ്വീകരിക്കുന്നത് ഈശോ തന്നെയാണ്. ഒരിക്കലും ഒരിടത്തും നടക്കാത്ത ശീലങ്ങളുടെ തുടക്കമാണ് ഈശോയുടെ പെസഹ. ഞാനീ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യുവിൻ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, പരമപരിശുദ്ധ കുർബാനയുടെ ആരംഭമാണ് പെസഹ. അന്ത്യ അത്താഴത്തിൽ ഈശോ തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് വീണ്ടും തൻ്റെ പിതാവിന് കൃതജ്ഞത അർപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ സ്വന്തം ശരീരവും രക്തവും നൽകിക്കൊണ്ട് പരമപരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. നമ്മുടെ എല്ലാ വേദനകളിലും നമുക്കരികിൽ തന്നെ നിൽക്കാനായി ഏറ്റവും നല്ല ഔഷധമായ സ്നേഹത്തിൻ്റെ രൂപമായി ഈശോ തന്നെ തന്നെ നൽകുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധ കുർബാന. ഈശോ തൻ്റെ ജീവിതത്തെ തന്നെയാണ് എടുക്കുന്നതും ഉയർത്തുന്നതും വാഴ്ത്തുന്നതും മുറിക്കുന്നതും വിളമ്പുന്നതും. നമ്മുടെ ജീവിതങ്ങളിൽ നാം അനുകരിക്കേണ്ട ഉത്തമ മാതൃക. സ്നേഹമുള്ളവരെ, ഈ പെസഹ തിരുനാളിൽ നമുക്ക് നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുവിനെ അനുകരിക്കാം. നമ്മളിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുമുള്ള കുറവുകളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരസ്പരം സഹകരിച്ചും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായും ജീവിതത്തിൽ ഈശോ നൽകിയ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞും പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ദിവ്യകാരുണ്യനാഥനായ ഈശോയോട് ഈ പവിത്രമായ ദിവസത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.